ചോദിച്ചോ? അതും ചോദിച്ചില്ല. ആരാ ചോദിച്ചത്? സ്വഹാബിയാണ് ചോദിച്ചത്. ആരോടാ ചോദിച്ചത്? നബിയോടാ ചോദിച്ചത്. എപ്പോഴാ ചോദിച്ചത്? എന്തും വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ എന്ന സമയത്ത് നബി തങ്ങളോട് ചോദിച്ചു, എന്റെ വാപ്പ ഇപ്പൊ അയിന മുദ്ഖലു അബി യാ റസൂലല്ലാഹ്. അപ്പൊ ഖാല, നബി തങ്ങൾ പറഞ്ഞു, അന്നാർ, നരകത്തിലാണ്. നിങ്ങളെ വാപ്പ നരകത്തിലാണ്. ആര് നബി തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു? അപ്പൊ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്നവർക്കറിയും. അറിയിച്ചു കൊടുക്കുന്നവരിൽ പ്രധാനി അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറഞ്ഞോലെ കുതിരാക്കല്ല, ഇങ്ങനൊക്കെ എവിടെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി പഠിച്ച് ഉള്ളത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കല്ലേ വേണ്ട. തീർന്നില്ല. മാത്രമല്ല, ഫഖാല അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ ഖാല, സദസ്സിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ എന്നൊരാൾ എഴുന്നേറ്റ് നിന്നു. അയാൾ ചോദിച്ചു, മൻ അബി യാ റസൂലല്ലാഹ്, എന്റെ ബാപ്പാരാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ബാപ്പാനെ പറ്റി നാട്ടിൽ രണ്ട് അഭിപ്രായം ഉണ്ട്. എന്റെ വാപ്പ ഇന്നാളാണ്, എന്റെ വാപ്പ ഇന്നാളാണ് എന്ന് അയാൾ വാപ്പാനെ പറ്റി രണ്ട് അഭിപ്രായം നടക്കണ കാലത്ത് ഈ ചോദിച്ച ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ നബി തങ്ങളോട് ചോദിച്ചു, എന്റെ വാപ്പാരാണ്. നബി തങ്ങൾ മറിഞ്ഞ കാര്യം പറയാണ്. നബി തങ്ങൾ പറഞ്ഞു, ഖാല അബൂക ഹുദാഫ, നിന്റെ വാപ്പ ഹുദാഫ തന്നെയാണ്. അങ്ങനാണ് ചോദിക്കാൻ തുടങ്ങി. മറഞ്ഞുപോയ കാര്യങ്ങൾ, സാധാരണ ആളുകൾക്ക് പറയാൻ പറ്റാത്ത അറിയാത്ത കാര്യങ്ങൾ അങ്ങനെ ചോദിക്കാൻ തുടങ്ങി. നബി അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ചോദിച്ചോളി ചോദിച്ചോളി. നബി ഇങ്ങനെ പറയാണ്. ഇതിങ്ങനെ പൊടുത്തം പൊടുന്നു കണ്ട് ജനങ്ങൾ ഇങ്ങനെ ഈ അവസരം ഉപയോഗപ്പെടുത്തി ഇങ്ങനെ ചോദിക്കുകയാണ്. തങ്ങൾ റസൂലുള്ളാഹിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്നു, മുട്ടുകുത്തി ഇരുന്നു. എന്നിട്ട് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു, റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂലാ എന്ന ദിക്ർ ഇങ്ങനെ ചൊല്ലി. എന്ന് പറഞ്ഞാൽ, നബിയെ നിങ്ങൾ അങ്ങനെ പറയല്ലേ, ജനങ്ങൾ ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് ദാഹം അങ്ങോട്ട് പുടുത്തം വിടും. കാരണം വൈബിയായ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടിട്ട് അതുകൊണ്ട് അവർ പ്രയാസാകും. ഇങ്ങനെ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞപ്പോൾ ഫസക്കത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹീന ഖാല ഉമറു ദാലിക എന്ന് മുസ്നദ് അബൂ യഅല രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി മാത്രമല്ല, നോക്കൂ നിങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. നോക്കൂ നിങ്ങൾ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഇവരുടെ ശൈഖുൽ ഇസ്ലാം എന്നിവരെ പരിചയപ്പെടുത്തിയ ഇബ്നു തീമിയ ഈ വിഷയത്തിൽ, ഇബ്നു തീമിയെ സംബന്ധിച്ച് പറഞ്ഞ ഞങ്ങൾക്ക് എന്തായാലും വിശ്വാസം ഉണ്ടാവുമല്ലോ. ഇബ്നു തീമിയ ഈ വിഷയത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ലൗഹുൽ മഹ്ഫൂദിൽ കിടക്കുന്ന കാര്യം ഇബ്നു തീമിയെ പോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു തീമിയെ നിങ്ങൾ തള്ളൂല എന്നുള്ളത് നമുക്കറിയാം. ശൈഖുൽ ഇസ്ലാം എന്നാ പറയാ. നിങ്ങൾക്ക് ചെറിയൊരു തകരാറുകളെ പ്രസംഗത്തിൽ പലപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കും ഉമർ ഫാറൂഖ് തങ്ങൾക്കും ഒന്നും അങ്ങനത്തെ പേരില്ല. എങ്ങനത്തെ പേര്? സയ്യിദുൽ ഉലമ, ഉസ്താദുൽ അസാത്തിദ്, അങ്ങനത്തെ പേരൊന്നുമില്ല. ഞങ്ങളെ നേതാവിന് ശൈഖുൽ ഇസ്ലാം എന്നിട്ട് അങ്ങനെ പേരിട്ടില്ല. അത് ഞങ്ങൾ ഇട്ടു. ആ ശൈഖുൽ ഇസ്ലാം എന്നുള്ള പേര് നിങ്ങൾ ഒഴിവാക്കി. അങ്ങനെ ഒരുപാട് പേരുകൾ നിങ്ങൾ പറയാറുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, ഇബ്നുൽ ഖയ്യിമിന്റെ മദാരിജു സാലിക്കിൻ എന്ന കിതാബിൽ ഇബ്നുൽ ഖയ്യിമിന്റെ ഒരു ഉദ്ധരണം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ഞാൻ വേഗത്തിൽ വായിക്കാം. എന്താണ് അതിലുള്ളത്? സുമ്മ അഖ്ബറ ഇബ്നു തീമിയ, ഇബ്നു തീമിയ പറഞ്ഞു, അന്നാസ വൽ ഉമറാ സനത 270 ഹിജ്റ 702 ഇബ്നു തീമിയ എന്ന ഇവരുടെ നേതാവായ ശൈഖുൽ ഇസ്ലാം ഭരണാധികാരികളോടും ജനങ്ങളോടും പറഞ്ഞു. എന്തു പറഞ്ഞു? ലമ്മാ തഹറക തത്താറു വഖസദു ശാമ, താർത്താരികൾ ശാം പിടിച്ചടക്കാൻ വേണ്ടി വന്ന സന്ദർഭത്തിൽ ഇബ്നു തീമിയ ഭരണാധികാരികളോടും ജനങ്ങളോടും പറഞ്ഞു. എന്തു പറഞ്ഞു? അന്നദ്ദായിറത വൽ ഹസീമത അലൈഹിം, ഇന്ന് താർത്താരികൾ പരാജയപ്പെടും. വഅന്നല്ലഫറ വന്നസ്റ ലിൽ മുസ്ലിമീൻ, വിജയവും സഹായങ്ങളൊക്കെ മുസ്ലിമീങ്ങൾക്കായിരിക്കും. വഖസമ അലാ ദാലിക അക്തറ മിൻ 70 യമീന, 70 തവണ ആവർത്തിച്ച് 70 തവണ സത്യം ചെയ്തുകൊണ്ട് ഇബ്നു തീമിയ ഇത് പറഞ്ഞു. അപ്പൊ ഖുൽ ഇൻഷാ അല്ലാഹ്, ആരോ പറഞ്ഞു ഫയുഖാലു ലഹു ഖുൽ ഇൻഷാ അല്ലാഹ്, ഇബ്നു തീമിയ ഞങ്ങൾ അങ്ങനെ കാച്ചി വിടണ്ട, ഇൻഷാ അല്ലാഹ് പറഞ്ഞാളി. അങ്ങനെ ഫയഖൂലു ഇൻഷാ അല്ലാഹ് തഹഖീഖൻ ലാ തഅലീഖൻ, ഉറപ്പായിട്ടും ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യം എന്തായാലും മുസ്ലിമീങ്ങൾ ജയിക്കുമെന്ന് ഇബ്നു തീമിയ ഉറപ്പായിട്ട് പറഞ്ഞു. ഇബ്നു ഖയ്യിം പറയാണ്, ഇബ്നു തീമിയ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. ഖാല ഫലമ്മാ അക്തറു അലയ്യ ഖുൽതു ലാ തുക്സിറു കതബല്ലാഹു തആല ഫിൽ ലൗഹിൽ മഹ്ഫൂദ്. ഇബ്നു തീമിയ പറയാണ്, മഹാനായ സയ്യിദുൽ ഉലമ
ഔലിയാക്കന്മാർക്ക് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ഗൈബിയായ കാര്യങ്ങൾ അറിയും. ഇങ്ങനെ ലൗഹിൽ മഹ്ഫൂദിൽ നോക്കി കാര്യങ്ങൾ പറയാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ കുതിരാക്കിയവർ, പരിഹസിച്ചവർ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഈ പറഞ്ഞതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്? ഇബ്നു തൈമിയ്യ പറയാണ്, കതബല്ലാഹു തആല ഫിൽ ലൗഹിൽ മഹ്ഫൂദി അന്നഹും മഹ്സൂമൂന ഫീ ഹാദിഹിൽ ഖറത്തി വഅന്ന അൻ-നസ്റ ലിൽജുയൂഷിൽ മുസ്ലിമീൻ എന്ന് ലൗഹിൽ മഹ്ഫൂദിൽ എഴുതിയിട്ടുണ്ട്. എന്താണത്? അന്നഹും മഹ്സൂമൂന ഫീ ഹാദിഹിൽ ഖറ, ഈ തവണ മുസ്ലിമീങ്ങൾ ഈ താർത്താരികളുമായിട്ടുള്ള യുദ്ധത്തിൽ വിജയിക്കും. വഅന്ന അൻ-നസ്റ ലിജുയൂഷിൽ മുസ്ലിമീൻ, വിജയങ്ങൾ മുസ്ലിമീങ്ങൾക്കായിരിക്കുമെന്ന് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയിട്ടുണ്ട് എന്ന് ഇബ്നു തൈമിയ്യ പറഞ്ഞത് ഇബ്നുൽ ഖയ്യിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 3 കാര്യമാണ് അവിടെ പറയാനുള്ളത്. 1, ഇബ്നു തൈമിയ്യക്ക് ഗൈബിയായ കാര്യം അറിയുമോ ഇല്ലയോ? അതിന് മറുപടി പറയണം. ഇബ്നു തൈമിയ്യക്ക് ഗൈബിയായ കാര്യം അറിയുമോ ഇല്ലയോ? 2, അല്ലെങ്കിൽ ഇബ്നു തൈമിയ്യ കളവ് പറഞ്ഞു എന്ന് പറയേണ്ടി വരും. 2, അല്ലെങ്കിൽ 3-മത്തത് മറഞ്ഞ കാര്യം അറിയുന്ന ഒരാള് ഇബ്നു തൈമിയ്യക്ക് പറഞ്ഞു കൊടുത്തു എന്ന് പറയേണ്ടി വരും. എന്തായാലും ഈ മത്തം വള്ളിയിലുള്ള നിങ്ങൾ കായ കഴിച്ചിലാവൂല. മുൻഗാമികളായ മഹാരഥന്മാരായ ആളുകൾ ഈ വിഷയത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ അംഗീകരിക്കാത്തത് ഹദീസുകളെ ഉൾക്കൊള്ളാത്തത് കൊണ്ടും സ്വഹാബത്തിനെ അംഗീകരിക്കാത്തത് കൊണ്ടും നബി തങ്ങളെ പൂർണ്ണമായിട്ട് ഇത്തിബാ ചെയ്യാത്തത് കൊണ്ടുമാണ്. ആ നേരത്തെ ഇവിടെ നടന്ന പ്രസംഗങ്ങളെ ഓർമ്മപ്പെടുത്തി. ഇവിടെ വേങ്ങരയിൽ നടന്ന ഹുസൈൻ സലഫിയുടെ പ്രസംഗത്തിന് മുമ്പ് പ്രസംഗം നടത്തിയ ഫൈസൽ മൗലവി ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇതിൽ ഫിത്നന്റെ കാലാണ്, ഹദീസും സ്വഹീഹായ ഹദീസുകളും ഖുർആന്റെ ആയത്തുകളൊന്നും ഇപ്പോൾ ആൾക്കാർ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് മൂപ്പര പരാതി. അത് അദ്ദേഹം ഒന്ന് പറയട്ടെ, എന്നിട്ട് എനിക്കൊന്ന് പറയാനുണ്ട്. ഹദീസും സ്വഹീഹ